നമസ്കാരം. നെയ്യാറ്റിൻ്റെ അഡീഷണൽ സെഷൻസ് ജഡ്ജ് എം.എ. ബഷീർ ഇന്ന് കേരള അതിർത്തിയിൽ തമിഴ്നാട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കുമ്പോൾ ഗ്രീഷ്മയുടെ പ്രായം 23 വയസ്സ് മാത്രമാണ്. ഗ്രീഷ്മ പഠിച്ച കള്ളിയാണെന്നും ക്രിമിനൽ മനസ്സുള്ളയാളാണെന്നും കൊലപാതകം നടത്തുക എന്നത് വളരെ അനായാസമായി ചെയ്യാൻ അറിയാവുന്ന ആളാണെന്നും ആ കൊല നടത്തിയതിനു ശേഷം ആരും അറിയാതിരിക്കുന്ന ഒറ്റയ്ക്ക് എല്ലാ ഒളിച്ചുകളികളും നടത്തിയെന്നുമൊക്കെ കോടതി നിരീക്ഷിക്കുകയും ഒരു ദയയും അർഹിക്കാത്ത അതിക്രൂരയായ ഒരു കൊലപാതകി എന്ന തരത്തിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് ഏറ്റവും ഉചിതം എന്ന് പറഞ്ഞ് വിധി പ്രഖ്യാപിക്കുകയുമായിരുന്നു. ആ വിധി പ്രഖ്യാപനത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോടതി വിധിയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്ന ആദ്യം മുതൽ സ്നേഹത്തെ വഞ്ചിച്ചത്, പ്രണയത്തിൻ്റെ രക്തസാക്ഷി എന്നാണ് ഷാരോണിനെ വിശേഷിപ്പിച്ചത്. പ്രണയത്താൽ തീവ്രമായ മനസ്സുണ്ടായിരുന്നു, പ്രണയത്തിൽ അടിമയായിരുന്നു ഷാരോൺ. ആ പ്രണയ തീവ്രത കൊണ്ടാണ് ഷാരോൺ മനസ്സില്ല മനസ്സോടെ അവൾ നിർബന്ധിച്ചിട്ടും ആ വീട്ടിലേക്ക് എത്തിയത്. അവിടെ കൊണ്ടുവന്ന് അവനെ നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തിയതിനു ശേഷം കൊലപ്പെടുത്താനുള്ള വിഷം അവന് കൊടുത്തുവിട്ടു. അതിൻ്റെ രുചി കയ്പായതുകൊണ്ട്, അത് തിരിച്ചറിയാൻ ഇടയുള്ളത് കൊണ്ട് അത് ഒഴിവാക്കാൻ കഷായത്തിൽ കലർത്തി, ജ്യൂസിൽ കലർത്തി ആദ്യം നടത്തിയ ശ്രമം പരാജയപ്പെട്ടു പോയി. പക്ഷെ അതിപ്പോൾ വധശ്രമമായി, കൊലപാതക മനസ്സിൻ്റെ ഒരു തെളിവായി മാറുകയാണ്. രണ്ടാമത്, കഷായത്തിൽ കലർത്തിയതിൻ്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. കഷായത്തിന് കയ്പാണ്, ആ കയ്പ് കൂടും. പക്ഷെ എങ്കിൽ പോലും അത് കയ്പാണ് എന്നതുകൊണ്ട് സംശയിക്കാതെ കുടിക്കും. വാസ്തവത്തിൽ ഷാരോണിനോട് ഗ്രീഷ്മ ചെയ്തതെന്ന് ഓർക്കുക. വിളിച്ചു വരുത്തി, സ്നേഹമാണ്, ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല, എനിക്ക് നീ വേണം എന്ന് പറഞ്ഞ് 2 തവണ സ്വന്തം ഇഷ്ടപ്രകാരം താലി കെട്ടിയിട്ടുണ്ട്. വീട്ടിൽ വെച്ചും വെട്ടുകാട് പള്ളിയിൽ വെച്ചും. അങ്ങനെ താലിയൊക്കെ കെട്ടി അവനെ വിളിച്ചു വരുത്തി അവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അവനെ കൊല്ലാനുള്ള വിഷം കൊടുത്തു വിടുകയാണ്. ആ വിഷം കൊടുക്കുന്നത് എങ്ങനെയാണ്? എടാ, എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാനിതാ ഇപ്പോൾ ഈ കയ്പേറിയ സാധനം കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നീ കൂടി അനുഭവിക്കേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രണയപരവശനായി പോയ പയ്യൻ അവൾ കൊടുത്ത കഷായം എടുത്ത് കഴിച്ചു. വിഷമാണെന്നറിയാതെ 11 ദിവസം മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് അവൾ കിടക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ അവൾ കുറ്റക്കാരിയാണ്, താൻ ചതിക്കപ്പെട്ടു എന്ന് തോന്നിയപ്പോഴും ഒടുവിൽ 1-2 പേരോട് അവനത് പറയുന്നുണ്ട്. ഔദ്യോഗിക രേഖകളിൽ അവളെ സംശയിക്കാതിരിക്കാൻ ശ്രമിച്ചു. കാരണം അവൾ അങ്ങനെ ചെയ്യും എന്ന് വിശ്വസിക്കാൻ അവസാന നിമിഷം വരെ അവന് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രണയത്തിൻ്റെ രക്തസാക്ഷി എന്ന് കോടതി ഷാരോൺ രാജിനെ വിശേഷിപ്പിച്ചത്. ഈ വിശദാംശങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം കോടതി ഒരു കാര്യം പറയുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ കാണേണ്ടത്. ഇതിന് പരമാവധി ശിക്ഷ കൊടുക്കരുതെന്ന് ഏതോ നിയമത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പരാമർശമാണ്. സെഷൻസ് ജഡ്ജായിരുന്നപ്പോൾ കൂടുതൽ പേർക്ക് വധശിക്ഷ വിധിച്ചിട്ടുള്ള ഒരു ജഡ്ജ്, പിന്നീട് ഹൈക്കോടതി ജഡ്ജായി. അപ്പോഴൊക്കെ വധശിക്ഷ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു ജഡ്ജാണ് ജസ്റ്റിസ് കെമൽ പാഷ. ജസ്റ്റിസ് കെമൽ പാഷ ഇന്ന് ഔദ്യോഗികമായി പ്രതികരിച്ചത് വധശിക്ഷ വേണ്ടായിരുന്നു എന്നാണ്. ഒരു സംശയത്തിനും ലെവലേശമില്ലാതെ തന്നെ ഈ ലെസർ ആൾട്ടർനേറ്റീവ്, അതായത് ജീവപര്യന്തം ശിക്ഷ എന്ന് പറയുന്നത് വളരെ കുറവാണ്, അതായത് ഒട്ടും മതിയാകുന്നതല്ല എന്നുള്ള കേസുകളിൽ മാത്രമേ റെയറസ്റ്റ് എമംഗ് റെയറായിട്ട് അത് മാറുള്ളൂ. ആ കേസുകളിൽ മാത്രമേ ഡെത്ത് പെനാൽറ്റി കൊടുക്കാവൂ. ഇത് 24 വയസ്സല്ല ഉള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഒരു ജീവപര്യന്തം തടവിൽ നിൽക്കേണ്ട ഒരു കേസാണെന്നാണ്. ഇതൊരിക്കലും ഒരു റെയറസ്റ്റ് എമംഗ് റെയറായിട്ട് ഉള്ള ഒരു കേസാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ഫാക്ട്സും ഇല്ല. ഇവിടെയാണ് നമ്മൾ ഗ്രീഷ്മ തൂക്കിലേറ്റപ്പെടുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും ഗ്രീഷ്മ തൂക്കിലേറ്റപ്പെടാനുള്ള സാധ്യത വിരളമാണ്. ഈ വിചാരണ കോടതി ജഡ്ജി ഈ കേസിൽ പൂർണ്ണമായും ഇടപെടുകയാണ്. അത് മനസ്സിലാക്കുകയാണ്, തെളിവുകൾ പരിശോധിക്കുകയാണ്, സാക്ഷിമൊഴികൾ വിലയിരുത്തുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ചോദ്യം ചെയ്യുകയാണ്, ക്രോസ് വിസ്താരത്തിന് വിധേയയാക്കുകയാണ്. ഈ ഗ്രീഷ്മയടക്കമുള്ളവരെ നിരവധി തവണ ചോദ്യം ചെയ്തു. ഗ്രീഷ്മയ്ക്കെതിരെ മൊഴി കൊടുത്തവരെയൊക്കെ ചോദ്യം ചെയ്തുകൂടെ ക്രോസ് വിസ്താരമുണ്ട്. ഗ്രീഷ്മയുടേത് പ്രഗത്ഭനാഭിഭാഷകനായിരുന്നു ശാസ്ത്രമംഗൽ അജിത് കുമാർ. അദ്ദേഹം പരമാവധി ക്രോസ് വിസ്താരം നടത്തിക്കൊണ്ട് ഗ്രീഷ്മയ്ക്ക് വേണ്ടി വാദമുന്നയിച്ചു. അത് അദ്ദേഹത്തിൻ്റെ പണിയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതും നോട്ട് കുറിക്കുന്നതും ജഡ്ജാണ്. നമ്മളൊക്കെ അതിനെ കടന്നു പോകുമ്പോൾ കുറേ ഭാഗം കേൾക്കുന്നത്. പക്ഷേ ഈ ജഡ്ജ് ഇത് മുഴുവൻ കേട്ടു. ഗ്രീഷ്മയ്ക്ക് വേണ്ടിയുള്ള വാദങ്ങളെ, ഗ്രീഷ്മയുടെ സമീപനമെ, സാക്ഷികളുടെ മൊഴികളെ, ക്രോസ് വിസ്താരം, ഇതെല്ലാം കേട്ടിട്ട് ഈ പ്രതിയുടെ കൂസലില്ലായ്മ അടക്കമുള്ളവ ജഡ്ജിൻ്റെ മനസ്സിലുണ്ട്. യാതൊരു കൂസലുമില്ലാതെ ഈ കേസിൻ്റെ നടത്തിപ്പിൽ പലതവണ പല വേഷത്തിൽ
പല ഭാവത്തിൽ വന്ന ഗ്രീഷ്മയെ മറക്കാൻ ജഡ്ജിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ജഡ്ജി ഷാരോൺ രാജിൻ്റെ മാതാപിതാക്കളെ കോടതിക്കുള്ളിലേക്ക് വിളിച്ചു വരുത്തി അവർ കേൾക്കെ ഈ നിർണായകമായ വിധി പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് ജഡ്ജി വിധിയിൽ പറയുന്നത് പരമാവധി ശിക്ഷ കൊടുക്കരുതെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് നിയമത്തിലാണുള്ളതെന്ന്. ഇതൊരു ഗൗരവമേറിയ വിഷയമാണ്. പണ്ടൊക്കെ വധശിക്ഷ പതിവായിരുന്നു. എന്നാൽ പരിഷ്കൃത സമൂഹത്തിന് വധശിക്ഷ ഒട്ടും ഉചിതമല്ല എന്നുള്ള ചർച്ച രൂപപ്പെട്ടതോടെ വധശിക്ഷയ്ക്ക് വിപരീതമായ ഒരു നിലപാടാണ് പരിഷ്കൃത സമൂഹം എടുക്കുന്നത്. അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. സൗദിയും ഇറാനുമൊക്കെ വർഷം തോറും നൂറുകണക്കിന് പേരെ കൊല്ലുന്നുണ്ട്. എന്നാൽ ജനാധിപത്യ രീതി നിലനിൽക്കുന്ന പരിഷ്കൃത രാജ്യങ്ങളിൽ വധശിക്ഷ വളരെ കുറവാണ്. അമേരിക്കയിലുണ്ട്, അങ്ങനെ ഒന്ന് രണ്ട് യൂറോപ്പിലൊന്നും ഒരിടത്തുമില്ല. എത്ര വലിയ ക്രൂരകൃത്യം ചെയ്താലും ജീവിതാന്ത്യം വരെ ജയിൽ എന്നതാണ് അവിടുത്തെ ജീവപര്യന്തം എന്ന് പറയുന്നത്. ഈ ഒരു രീതി നമുക്കുമുണ്ട്. വധശിക്ഷ തെറ്റാണ്, കാരണം മനുഷ്യന് ജീവൻ നൽകിയ ദൈവത്തിന് മാത്രമേ അവൻ്റെ ജീവൻ എടുക്കാൻ അധികാരമുള്ളൂ എന്നുള്ള ഒരു ധാർമ്മികമായ നിലപാട് നമുക്ക് ഇക്കാര്യത്തിലുണ്ട്. ഇതിൽ സുപ്രീം കോടതിയുടെ പല വിധികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും താഴത്തെ കോടതികൾ വധശിക്ഷ കൊടുക്കുമെന്ന് നമ്മൾ തോന്നുന്ന കേസുകളിൽ പോലും അത് ചെയ്യാത്തത്. ഇന്ന് പുറത്തു വന്ന ഒരു വിധിയുണ്ട്, നമ്മൾക്ക് ശ്രദ്ധിച്ചു കാണും. കൊൽക്കത്തയിലെ ഒരു സെഷൻസ് കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. റോയി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മെഡിക്കൽ കോളേജിൽ പോലീസിൻ്റെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. മെഡിക്കൽ കോളേജിൽ ഒരു PG വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്ന കേസ് തെളിഞ്ഞു. വധശിക്ഷ കൊടുക്കേണ്ട കേസാണെന്ന് വരെ ജഡ്ജ് പറഞ്ഞു. പക്ഷേ ജീവിതാന്ത്യം വരെ ജയിലാണ് വിധിച്ചത്. അതായത് അതാണ് അതിൻ്റെ ഒരു വകുപ്പ്. സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കണമെങ്കിൽ എന്തുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് എഴുതി വെക്കണമെന്ന്. അതാണ് കെമൽ പാഷയും ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? 22ാമത്തെ വയസ്സിലാണ് ഈ കുറ്റകൃത്യം ചെയ്യുന്നത്. പ്രായം കുറവാണ് എന്നത് ഒരു കാരണമാണോ? മാത്രമല്ല, ഇതൊരു കൊലപാതകം, വിഷം കൊടുത്തുള്ളൊരു കൊലപാതകം എന്നതിനപ്പുറത്തേക്ക് ഇത് വളരെ ഭീകരമായ കൊലപാതകമാണെന്ന് സംശയമുണ്ട്. പക്ഷേ വിഷം കൊടുത്തൊരു കൊലപാതകം എന്നത് പൊതുവെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വധശിക്ഷ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പെരിയയിലെ കുട്ടികളെ കൂട്ടക്കൊല ചെയ്ത സംഭവം നോക്കുക. 2 കുരുന്നുകൾ, അവർ ചെറുപ്പക്കാരാണ്. അവരുടെ മുൻപിൽ സുന്ദരമായ ഒരു വലിയ ഭാവി ബാക്കിയുണ്ട്. രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിന് വേണ്ടിയാണ് പീതാംബരനും CPMകാരും ആ 2 പെരിയ കുട്ടികളെ, കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നത്. വധശിക്ഷ വിധിച്ചില്ല. വധശിക്ഷയ്ക്ക് അർഹരാണ്, അവർക്ക് വധശിക്ഷ വിധിച്ചില്ല. അതുപോലെ എത്രയോ കൊലപാതക കേസുകൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. പക്ഷെ ഇവരൊന്നും നമ്മൾ വധശിക്ഷ കൊടുക്കാതിരിക്കുന്നത്, കൊടുത്ത വധശിക്ഷ പോലും നടപ്പിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. തുടർച്ചയായി മോഷണത്തിന് വേണ്ടി 12 പേരെ കൊന്ന റിപ്പർ ചന്ദ്രനുണ്ട്. ഒരു കാലത്ത് കേരളത്തിൻ്റെ ഭയമായിരുന്നു. റിപ്പർ ചന്ദ്രൻ പലതവണയായി പല വീടുകളിൽ കയറി മോഷണം നടത്തുന്നതിൻ്റെ ഭാഗമായി തലയ്ക്കടിച്ചു കൊല്ലുകയായിരുന്നു റിപ്പർ ചന്ദ്രൻ്റെ രീതി. അങ്ങനെ 12 പേരെയാണ് പലപ്പോഴായി റിപ്പർ ചന്ദ്രൻ കൊന്നിരിക്കുന്നത്. ആ റിപ്പർ ചന്ദ്രനെയാണ് കണ്ണൂർ ജയിലിൽ വെച്ച് 34 വർഷം മുമ്പ് 91-ൽ അവസാനമായി തൂക്കിലേറ്റിയത്. 34 വർഷമായി കേരളത്തിൽ ആരെയെങ്കിലും തൂക്കിലേറ്റിയിട്ട്. അതിൻ്റെ കാരണം ഇവിടെ അത്തരം വധശിക്ഷയ്ക്ക് അർഹമായ കുറ്റകൃത്യം ചെയ്തവരില്ലാത്തത് കൊണ്ടല്ല. 39 പേർ വധശിക്ഷ വിധിക്കപ്പെട്ടിട്ട് കേരളത്തിലെ വിവിധ ജയിലുകളിൽ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. 39 പേർ. അവരിൽ എത്ര പേർ ശിക്ഷിക്കപ്പെടും, എത്ര പേർ വധശിക്ഷയ്ക്ക് വിധേയരാകും എന്നൊന്നും പറയാൻ സാധ്യമല്ല. ആലപ്പുഴ രഞ്ജിത്ത് വധക്കേസിൽ 14 പേർക്കാണ് വധശിക്ഷ വിധിച്ചത്. 14 പേർക്ക്. അവരടക്കം 39 പേർ വധശിക്ഷ കാത്ത് വിവിധ ജയിലുകളിൽ കഴിയുന്നുണ്ട്. പക്ഷേ ഇവരിൽ എത്ര പേർ ശിക്ഷിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമുണ്ട്. നമ്മുടെ അമറുൽ ഇസ്ലാം, പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഏതാണ്ട് 9 വർഷം മുമ്പാണ് അമറുൽ ഇസ്ലാം ജിഷയെ കൊന്ന കേസിൽ ജയിലിലാവുന്നത്. പക്ഷേ അമറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. എത്രയോ വധശിക്ഷകൾ നടപ്പിലാക്കാൻ കിടക്കുന്നു, എത്രയോ വധശിക്ഷകൾക്ക് സ്റ്റേ കിട്ടിയിരിക്കുന്നു. എന്തിനേറെ പെരിയയിലെ കൂട്ടക്കൊലയിൽ 5 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട CPM നേതാക്കളെ 3-ാം ദിവസം ജയിലിന് പുറത്തിറക്കി. രാജകീയ സ്വീകരണം കൊടുത്ത് അവർ പാർട്ടി പ്രവർത്തനം നടത്തി ജീവിക്കുകയാണ്. അതുകൊണ്ട് വധശിക്ഷ അത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല. ഈ സെഷൻസ് കോടതികൾ ശിക്ഷിച്ചാലും ഇത് ഹൈക്കോടതിയുടെ അനുമതിയോടെ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കൂ. അല്ലാതെ സെഷൻസ് കോടതി ശിക്ഷിച്ച ഉടൻ തന്നെ നടപ്പിലാക്കാൻ സാധ്യമല്ല. ഹൈക്കോടതി അതിന് അംഗീകാരം കൊടുക്കണം, റാറ്റിഫിക്കേഷൻ കൊടുക്കണം. ഹൈക്കോടതി റാറ്റിഫിക്കേഷൻ കൊടുക്കുമോ? പൊതുവെ സാധ്യത കുറവാണ്. ഇനി ഹൈക്കോടതി കൊടുത്താലും സുപ്രീം കോടതി അത് റദ്ദ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഗോവിന്ദചാമിക്ക് കൊടുത്ത ശിക്ഷ പോലും എവിടെ എത്തി എന്ന് നമ്മൾ നോക്കണം. ഇപ്പോൾ നമ്മുടെ ചെലവിൽ, സ്റ്റേറ്റിൻ്റെ ചെലവിൽ ഗോവിന്ദചാമി സുഖമായി ജീവിക്കുകയാണ്. ഗോവിന്ദചാമിക്ക് വധശിക്ഷ പോയിട്ട് ജീവപര്യന്തം പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട്. റേപ്പിന് മാത്രമാണ് ഗോവിന്ദചാമി ശിക്ഷിക്കപ്പെട്ടത്. കൊല നടത്തിയത് ഗോവിന്ദചാമിയാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതാണ് നിയമ സംവിധാനം. അതുകൊണ്ട് സുപ്രീം കോടതി വരെ പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കിട്ടാനുള്ള സാധ്യത വിരളമാണ്. പക്ഷേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുകാരി എന്ന നിലയിൽ
അവരുടെ അവകാശങ്ങൾ പരിമിതമായിരിക്കും. അപൂർവമായി മാത്രമേ സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളൂ. ഗ്രീഷ്മ കൂടാതെ മറ്റ് 2 പേരെ കൂടി മാത്രമേ ഇതിനു മുമ്പ് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളൂ. അതിലൊരാൾ ഇതേ ജഡ്ജി തന്നെ, ഈ ജഡ്ജി ബഷീർ തന്നെയാണ്, ഇതേ കോടതി തന്നെയാണ് കഴിഞ്ഞ വർഷം ഈ ശാന്തകുമാരി കൊലക്കേസിൽ റഫീഖ ബീവിയെയും മകൻ ഷെഫീഖിനെയും വധശിക്ഷയ്ക്ക് വിധിച്ചത്. ആ റഫീഖ ബീവി വിഴിഞ്ഞം സ്വദേശിയായിരുന്നു, വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. റഫീഖ ബീവിയുടെ തൊട്ടടുത്തുള്ള ശാന്തകുമാരിയെ കൊന്ന് ചാക്കിൽ കെട്ടി തട്ടിമ്പുറത്ത് വയ്ക്കുകയായിരുന്നു മോഷണത്തിന് വേണ്ടി. എന്നിട്ട് സ്ഥലം വിട്ടു. പിന്നീട് പോലീസ് പൊക്കിയത് ചോര വാർന്നു വീണപ്പോൾ വീട്ടുടമ കണ്ടെത്തി പറഞ്ഞതാണ്. ക്രൂരമായ ഒരു കൊലപാതകം. ആ ഷെഫീഖും റഫീഖ ബീവിയും ചേർന്ന് 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതിനു മുൻപ് കൊന്നു എന്നും പിന്നീട് വ്യക്തമായിരുന്നു. ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്. ആ വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ ഗ്രീഷ്മ എന്ന സുന്ദരി കൂടി കടന്നു വരുന്നത്. നമുക്കറിയാം, ഗ്രീഷ്മയുടെ മനോഹരമായ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ധാരാളമുണ്ട്. ആ ഗ്രീഷ്മയ്ക്ക് ഇനി അവകാശങ്ങൾ പരിമിതമായിരിക്കും. പരോൾ ലഭിക്കില്ല, ജാമ്യം ലഭിക്കില്ല, ഇരുട്ടറയിൽ തന്നെ ശിഷ്ടകാലം കഴിയേണ്ടി വരും. വധശിക്ഷയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വർഷങ്ങൾ എടുത്തെന്ന് വരാം, 10, 30, 40 വർഷത്തേക്ക് നീണ്ടുപോയെന്ന് വരാം. വധശിക്ഷ നടപ്പിലായില്ലെങ്കിലും ഇനി ഗ്രീഷ്മയ്ക്ക് വെളിച്ചം കാണാൻ കഴിയുന്ന സാഹചര്യമില്ല. അതുകൊണ്ടാവാം ഗ്രീഷ്മ വളരെ നിസ്സംഗയായിരുന്നു ജയിലിരുന്നത്. ഷാരോൺ രാജിൻ്റെ അമ്മയും സഹോദരൻ ഷിമോൻ രാജും സഹോദരിയും ഒക്കെ കോടതിയിലുണ്ടായിരുന്നു. അവർ പൊട്ടിക്കരയുകയായിരുന്നു വിധി കേട്ടിട്ട്. ദൈവം ജഡ്ജിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു, അവതരിച്ചിരിക്കുന്നു, നീതി മകന് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞവർ അലറി വിളിച്ച് കരയുകയായിരുന്നു. ഈ സമയത്ത് നിസ്സംഗയായിരിക്കുന്ന ഗ്രീഷ്മയെ അതേ കോടതി മുറിയിൽ നമ്മൾ കണ്ടു. വളരെ നിസ്സംഗയായിരുന്നു. അവർ കോടതിയിലെത്തിയപ്പോൾ അവരൊന്ന് വിതമ്പിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ ധൈര്യം സംഭരിച്ച് അവിടെ തന്നെ ഇരുന്നു. ഒരു കൂസലും അവർക്ക് ഒരു സമയത്തും ഉണ്ടായിരുന്നില്ല. അന്വേഷണ സമയത്തൊന്നും അവർ കൂസലില്ലാതെയാണ് പെരുമാറിയത് എന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. അന്നൊക്കെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം, തനിക്ക് 22 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ, 10, 12, 13 വർഷം ജയിലിൽ കഴിഞ്ഞ് വന്നാലും തൻ്റെ ചെറുപ്പം നഷ്ടപ്പെടില്ല. 35, 36 വയസ്സിൽ ജയിൽവാസം കഴിഞ്ഞ് വന്നാൽ തനിക്ക് സുന്ദരമായൊരു ജീവിതമുണ്ട്. ഒരുപക്ഷെ യഥാർത്ഥത്തിൽ തമിഴ്നാട്ടുകാരിയാണ്. തമിഴ്നാട്ടിൽ മറ്റെവിടെയെങ്കിലേക്ക് മാറിയാൽ മതി. കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന അതിർത്തിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ ചെന്നൈ മഹാനഗരത്തിലോ കോയമ്പത്തൂർ നഗരത്തിലൊക്കെ പോയി താമസിക്കാം എന്നുള്ളൊരു പ്രതീക്ഷ വാസ്തവത്തിൽ ഈ ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷയൊക്കെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. എന്നിട്ടും ഒരു കൂസലുമില്ലാതെ, ആദ്യമൊന്ന് വിതുമ്പിയ ഗ്രീഷ്മ പിന്നീട് ഒരു കൂസലുമില്ലാതെയാണ് പോലീസിനൊപ്പം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് നടന്നു പോയത്. സെൻട്രൽ ജയിലിൽ ഇനി ഏകാന്ത തടവിലായിരിക്കും ഗ്രീഷ്മ. ഗ്രീഷ്മയ്ക്ക് കുശലം പറയാൻ ആരുമുണ്ടാവില്ല. കാരണം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികൾ പ്രത്യേകം സെല്ലിലാണ് പാർപ്പിക്കുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിൻ്റെ ഒരു ഗുണമതാണ്. വധശിക്ഷയ്ക്ക് വിധേയമായില്ലെങ്കിലും അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായും എടുത്തെറിയപ്പെടും. അതിൽ ഒരു തീരുമാനമെടുക്കാൻ വർഷങ്ങളോളം നീണ്ടു. കാരണം കോടതിക്ക് ഒരു ധൃതിയും ഉണ്ടാവില്ല. കോടതി സമയമെടുത്ത് മാത്രമേ ചെയ്യൂ. മാത്രമല്ല ഇവർക്ക് വലിയ സ്വാധീനമോ രാഷ്ട്രീയ ഇടപാടുകളൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടാകും. എന്തായാലും വളരെ ആവേശത്തോടു കൂടിയാണ് കേരളം ഈ വിധി കേട്ട് ആശ്വാസം കൊള്ളുന്നത്. ഇങ്ങനെയുള്ള സ്ത്രീകൾ സ്ത്രീ വംശത്തിന് തന്നെ അപമാനമാണ്. ഒരു കാരണവുമില്ല, ഒരു പ്രകോപനവുമില്ല, പ്രണയപ്പകയില്ലെന്ന് ഓർക്കണം. സാധാരണ ഇത്തരം സംഭവങ്ങളൊക്കെ പ്രണയപ്പകയുണ്ടാവാറുണ്ട്, വഞ്ചിക്കപ്പെട്ടതിൻ്റെ വേദന. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അവസാന നിമിഷം വരെ ഒരുമിച്ച് ജീവിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു മനുഷ്യൻ അവസാന നിമിഷം വരെ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും തള്ളിപ്പറയാതെ അവളുടെ പ്രണയത്തെ അംഗീകരിക്കാൻ ശ്രമിച്ചൊരു മനുഷ്യൻ, അവനെയാണ് കൂടുതൽ മെച്ചപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാൻ വേണ്ടി പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് തള്ളിവിട്ടത്. എന്നിട്ട് നുണ പറഞ്ഞു. കൊലപാതകത്തിന് ശേഷവും നുണ പറഞ്ഞു. തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. തൻ്റെ ചിത്രങ്ങൾ കൈവശമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ തെറ്റാണെന്ന് തെളിഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, വിളിച്ചു വരുത്തി അവസാന നിമിഷവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ലൈംഗിക സംതൃപ്തി അടഞ്ഞതിന് ശേഷമാണ് ഗ്രീഷ്മ മരണത്തിലേക്ക് തൻ്റെ കൂട്ടുകാരനെ തള്ളിവിട്ടതെന്ന് ഓർക്കണം. എന്തായാലും ദൈവത്തിൻ്റെ ഒരു കരവിരുത് അവിടെ നടന്നിരുന്നു. പ്രത്യേകിച്ച് ജ്യൂസ് ചലഞ്ചിൻ്റെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയത് ഈ കേസിൽ അതിനിർണായകമായി. കോടതി തന്നെ പറയുന്നുണ്ട്, എല്ലാ തെളിവുകളും ഇല്ലാതാക്കി ജീവിക്കാനും രക്ഷപ്പെടാനും ശ്രമിച്ചെങ്കിലും തെളിവുകൾ തലയിൽ ചുമന്നുകൊണ്ടായിരുന്നു ഗ്രീഷ്മ ജീവിച്ചതെന്ന്. 48 സാഹചര്യ തെളിവുകളാണ് കോടതി കണ്ടെത്തിയതും സ്ഥിരീകരിച്ചതും. ഇതിനെ മറികടക്കാൻ പ്രയാസമായിരിക്കും. വധശിക്ഷ ഒഴിവാക്കി കൊടുത്താലും ഗ്രീഷ്മ കുറ്റവാളി എന്ന നിലയിൽ അത്ര കൃത്യമായ അന്വേഷണമാണ് നടന്നത്, അത്ര കൃത്യമായ പ്രോസിക്യൂഷൻ്റെ ഇടപെടലാണ് നടന്നത്. ഇതിൻ്റെ കുറ്റവിമുക്തിയാക്കപ്പെടാനുള്ള സാധ്യത വിരളമായിരിക്കും. വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു കൊടുത്താലും എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഗ്രീഷ്മയ്ക്ക് ഒരിക്കലും പുറം ലോകം കാണാൻ കഴിയാതെ ജയിലിൽ തന്നെ കഴിയേണ്ടി വരുന്ന സാഹചര്യമുണ്ടാവും.